അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇന്ന് ബ്രെഡും പഴവും വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഒരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 നേന്ത്രപ്പഴമാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ആ നെയ്യിൽ പിടിച്ച് നല്ല ഇതായിട്ട് വരണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബ്രെഡാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ടൊരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ആ പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മുട്ടയുടെ ബാറ്ററിയിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് പുരട്ടിയതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ പാനിൽ ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ടിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.